ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാഞ്ഞത്. ഇന്നിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നല്ല നല്ല സൂര്യപ്രകാശം, നല്ല വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നൊരു മഴക്കോളും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ നല്ല തണുപ്പാണ്. സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല തണുപ്പാണ്. അതിന് പുറമെ നല്ല കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല തണുപ്പൊക്കെയാണ്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഇവിടെ അടുത്തുള്ള ഒന്ന് സ്ഥലത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. പിള്ളേർക്കൊക്കെ ഹോളിഡേയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ എന്താണ് ഇപ്പം യൂട്യൂബൊക്കെ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സങ്കടകരമായ വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ രാവിലെ രാവിലെ കേൾക്കുമ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് രക്തബന്ധങ്ങളൊന്നും ഇല്ല എങ്കിലും എന്താണ് നമ്മൾ നമ്മളെപ്പോലെ ഒരു എന്താണ് ഇപ്പോൾ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങൾ ഒക്കെ ആണല്ലോ. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നമുക്കറിയാം നാട്ടിൽ കുറേ സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും സങ്കടമാണ്. അതുപോലെ നമുക്ക് രക്തബന്ധങ്ങൾ ഇല്ല എങ്കിലും നമുക്ക് അടുത്തറിയുന്ന കുറേ പേരൊക്കെ മരിക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് അത് ഭയങ്കര വേദനാജനകമായ കാര്യങ്ങളാണ് കേട്ടോ. എന്താണ് നമുക്ക് ഒരു ഒരാളോട് കുറച്ച് പേരോട് നമുക്കൊരു സ്നേഹം അല്ലെങ്കിൽ നമുക്കൊരടുപ്പം തോന്നണമെങ്കിൽ അവിടെ രക്തബന്ധത്തിൻ്റെ ഒരു ആവശ്യമില്ല അല്ലേ? അതിപ്പം കൂട്ടുകാരാകാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ഒന്നിച്ച് എന്താണ് പണ്ട് കൂടെ താമസിച്ചവരാകാം, അല്ലെങ്കിൽ ഒന്നിച്ച് പഠിച്ചവരാകാം, അങ്ങനെ പലരും അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പം എത്ര സ്ത്രീകളാണ് എന്താണ് കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ, വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു എനിക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഇടണം തോന്നി. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇടുന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താണെന്ന് നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ എന്താണ് പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പണ്ട് മുതലേ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, നമുക്കതൊന്നും അറിയത്തില്ല. എങ്കിലും ഇത്തരം വാർത്തകൾ നമുക്കിപ്പോഴും വേദനാജനകമായ, അല്ലെങ്കിൽ വേദന ഉളവാക്കുന്ന, അല്ലെങ്കിൽ ശരിക്കും മനസ്സ് നോവിക്കുന്ന ഒരു കുറേ വാർത്തകളാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പം കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മായിമ്മയും മരുമകളും തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാൻ നോക്കുക. അതായത് ഈ പറയുന്നവരുടെ കൂടെയൊക്കെ താമസിക്കാതെ ഒന്നെങ്കിൽ മാറി താമസിക്കുകയോ, അല്ലെങ്കിൽ എന്താണ് വേറെ സ്ഥലത്ത് ജോലിക്ക് പോവുകയോ ഒക്കെ ചെയ്യാൻ നോക്കുക. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ളവർക്ക് മരുമക്കളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റത്തില്ല ഒന്ന്. പിന്നെ ഒരു പണ്ടൊരു പഴഞ്ചൊല്ല് ഉള്ള പോലെ 2 ഡാഷ് തമ്മിൽ ചേർന്നാലും 2 പെണ്ണുങ്ങൾ തമ്മിൽ ചേരുകയില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതൊക്കെ തന്നെയാണ്. പ്രായമുള്ളവർക്ക് ചെറുപ്പക്കാരികളെ കാണുമ്പോൾ കുശുമ്പ് വരും. പിന്നെ പ്രത്യേകിച്ച് അവരുടെ സ്വന്തം മക്കളല്ലാത്ത പെൺമക്കളല്ലല്ലോ മരുമക്കൾ. അപ്പം സ്വന്തം പെൺമക്കളോട് കാണുന്ന അത്രയും സ്നേഹം മരുമക്കളോട് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുക. അവരിൽ നിന്ന് മാറി നിൽക്കുക. ഇത്തരം കുടുംബ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ടാക്കുന്നവരിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പിന്നെ എല്ലാത്തിനും നമ്മൾ യേസേസ് മൂളാതെ നമ്മൾ കുറേയൊക്കെ നന്നായിട്ട് പ്രതികരിക്കാൻ പഠിക്കുക. എനിക്കതൊക്കെ അഭിപ്രായമുള്ളൂ കേട്ടോ. നമ്മൾ പേടിച്ച് വിറച്ച്, അല്ലെങ്കിൽ ഇവരുടെ ഓർഡർ, അല്ലെങ്കിൽ ഇവരെ അനുസരിച്ച് കുറേ നാൾ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങും. അതിൽ നിന്നൊക്കെ നമുക്കൊരു അങ്ങനെ വരുത്താതിരിക്കണമെങ്കിൽ നമ്മളൊക്കെ കുറേ പ്രതികരിച്ച് തുടങ്ങണം. പ്രതികരിച്ച് തുടങ്ങിയാൽ നമ്മുടെ മേലുള്ള ചാട്ടം കുറേ കുറയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞ പോലെ ജോലി ഉണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ മാറി താമസിക്കുക, വാടക വീടെടുത്ത് താമസിക്കുക. പിന്നെ ഇവരുമായിട്ട്, അല്ലെങ്കിൽ ഇവർ നമ്മളോടെയാണ് താമസിക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ വേറെ പോയി ജോലി ചെയ്യാനോ, അല്ലെങ്കിൽ വേറെ പോയി താമസിക്കാനോ ഒന്നും നമുക്കൊരു പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ നന്നായിട്ട് നമ്മളോട് എന്തെങ്കിലും മെക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തിരിച്ചു പറയാൻ ശ്രമിക്കുക. അപ്പം ഇവർ കുറച്ച് ഒതുങ്ങിക്കോളും. എന്ന് വെച്ച് കുടുംബത്തിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ 2 കൈയും കൊട്ടാതെ ഒച്ച കേൾക്കത്തില്ല അല്ലേ? കുറേയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. കുറേയൊക്കെ നന്നായിട്ട് പ്രതികരിച്ച് തുടങ്ങുക. പിന്നെ കുറേയൊക്കെ ചെവിക്കൊള്ളാതിരിക്കുക, അല്ലെങ്കിൽ കേൾക്കാത്ത പോലെ നടക്കുക.
ഏ ഇങ്ങനെയൊക്കെ പിന്നെ എന്താണ് പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് ചെയ്താലേ നമുക്ക് കുറച്ചൊക്കെ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് കുറച്ച് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് മരുമക്കൾക്ക്. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ചെറുപ്പക്കാരികളും എല്ലാവരും നല്ല സ്ട്രോങ് ആകുക, അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. മനസ്സുകൊണ്ട് ശാരീരികവും മാനസികമായിട്ട് പ്രത്യേകിച്ച് മനസ്സുകൊണ്ട് നന്നായിട്ട് നല്ല സ്ട്രോങ് ആവുക, നല്ല ബോൾഡ് ആവുക. പറയേണ്ടടുത്ത് പറയാനും പിന്നെ എന്താണ് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനും എല്ലായിടത്തും പേടിച്ച് നിൽക്കാതെ നന്നായിട്ട് മുന്നോട്ട് വരാനും ഒക്കെ നന്നായിട്ട് കഴിവുള്ളവരാകുക. അല്ലാതെ ആത്മഹത്യ അല്ലെങ്കിൽ എന്താണ് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഇതൊന്നും ഒന്നിനും പരിഹാരമല്ല അല്ലേ. നമുക്കറിയാം ഇതൊന്നും ഒന്നിനും പരിഹാരമല്ല. നമുക്ക് പോകും, ആർക്കാണ് പോകുന്നത്? മരിക്കുന്നവർക്കും അവർ ആരെയാണോ കൂടെ കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങൾക്കോ അവർക്ക് പോകും. ഇവരുടെ ഭർത്താക്കന്മാരും ഈ പറയുന്ന അമ്മായിമ്മമാരെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മാന്യമായിട്ട് സുഖമായിട്ട് അവരുടെ പെൺമക്കളുമായിട്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിക്കും. മരിക്കുന്നവർക്ക് പോകും, അവരുടെ കുടുംബക്കാർക്ക് പോകും, അവരുടെ സഹോദരങ്ങൾക്കും അവരുടെ അപ്പനും അമ്മയ്ക്കും എപ്പോഴും ഒരു ജീവിതത്തിൽ ഒരു വലിയ ദുഃഖമായിരിക്കും അല്ലേ. അതുകൊണ്ട് പെണ്ണുങ്ങൾ സ്ട്രോങ് ആകുക, മരുമക്കൾ പ്രത്യേകിച്ച് സ്ട്രോങ് ആകുക. ആരെയും പേടിക്കേണ്ട, അത്രമാത്രം പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇത് പണ്ടത്തെ 1940 അല്ലെങ്കിൽ 50 കാലഘട്ടമൊന്നുമല്ല. അത്രമാത്രം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്കും. എല്ലാം നല്ല സ്ട്രോങ് ആകുക, എവിടെയും ബോൾഡായിട്ട് നിന്ന് പ്രതികരിക്കാനുള്ള കഴിവുണ്ടാക്കുക. ഈ ഓടിച്ചെന്ന് വെള്ളത്തിൽ ചാടുവോ അല്ലെങ്കിൽ വിഷം കഴിക്കുകയോ അല്ലെങ്കിൽ തൂങ്ങിച്ചാവുമോ ഒന്നിനും പരിഹാരമല്ല കേട്ടോ. പിന്നെ എന്താണ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യം കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വാർത്തകളും പിന്നെ നമുക്ക് രക്തബന്ധം ഇല്ല എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തബന്ധം ഇല്ല എങ്കിലും നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരുടെ മരണം ശരിക്കും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.